സായിസ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ലോങ് വീഡിയോ ആണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാജസ്ഥാനിൽ പോവുകയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്ഥലമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്നൊക്കെ. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇവിടെ കണ്ടോ, ഇവിടുത്തെ പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച്, നിങ്ങൾക്കറിയാമല്ലോ രാജസ്ഥാനിൽ ഒന്നാമത്തെ ചൂടാണ്, പക്ഷേ ഈ സമയം ഇപ്പോൾ ചൂട് കുറവാട്ടോ. ഇത് ഒരു കോറിയാണ്. കോറി എന്ന് പറയുമ്പോൾ മറ്റേ പാറ നമ്മളെ അവിടുത്തെ കോറി പോലെ തന്നെയാണ്, എന്നാലും ഒരു ചുവന്ന കളറുള്ളൊരു തരം പാറയാട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവർ വീടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നമ്മൾ താമസിക്കുന്ന വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കല്ല് വെച്ചിട്ടാണ് ഫുള്ള് ഉണ്ടാക്കിയത്. അപ്പോൾ പെയിൻ്റൊന്നും അടിക്കില്ല. ഇത് കണ്ടോ, 3 ചേച്ചിമാർ വിറകും കൊണ്ട് പോകുന്നതുകൊണ്ട് കാണിച്ചല്ല കേട്ടോ. ഇത് മെയിൻ റോഡാണ്. അപ്പം ഈ ഒരു മെയിൻ റോഡുമ്പോൾ കൂടെ നമ്മളെ നാട്ടിൽ കൂടെ ഒന്നും ഇങ്ങനെ പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാണിച്ചു തന്നാണ്. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ സ്ഥലമൊക്കെ. ഇപ്പോൾ ഞാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ട് പോകുന്ന കാണുമ്പോൾ നിങ്ങൾ ഈ ചൂടത്ത് ഇവളെന്താ ജാക്കറ്റൊക്കെ ഇട്ട് പോകുന്നു. അതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഈ ഒരു മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ജനുവരി ഡിസംബർ മാസത്തിൽ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പം ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോറിയിൽ നിന്ന് കല്ല്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പെയിൻ്റൊന്നും അടിച്ചില്ല കേട്ടോ. ആ കോറിയിൽ നിന്നുള്ള കല്ല് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക ഡിസൈൻ ചെയ്താണ്. ഇത് കുറേ വീട് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക. അതായത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനിവിടെ കണ്ടൊരു പ്രത്യേകതയാണ്. അതായത് പശുക്കളൊക്കെ അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ പശുക്കളെ രാവിലെ കൊണ്ടുവച്ച് കെട്ടുന്നു, പിന്നെ വൈകുന്നേരം പോയി കൂട്ടി ആലയിലാക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. പശുക്കളായാലും നായ്ക്കളായാലും ഒക്കെ ഒന്നിച്ചതാ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു സ്ഥലമാണ്. ഏതാ അവിടുന്ന് നായ്ക്കളായാലും പശുക്കളായാലും എല്ലാം കൂടെ ഒന്നിച്ചാണ് കഴിക്കുക. അപ്പോൾ ഇവിടുന്ന് കണ്ടോ അടിയൊക്കെ കൂടുന്നത്. അപ്പോൾ ഞാനതൊക്കെ കുറേ നേരം നോക്കുന്നുണ്ട് കേട്ടോ. കുറേ പശുക്കളുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറേ നായ്ക്കുട്ടികളുണ്ട് കിടന്നുറങ്ങുന്നത്. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതായത് വൈകുന്നേരം ഒരു എന്താ പറയുക സൂര്യാസ്തമയം ആയില്ല, ആവാൻ പോകുന്നു. അപ്പം പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നേരത്തെയൊക്കെ നമ്മൾ പിന്നെ നല്ല വെയിലുള്ള സമയത്താട്ടോ വീഡിയോ എടുത്ത്. അപ്പോൾ ഇപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ ഒക്കെ സമയമായി. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൂര്യാസ്തമയം കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ റോഡുമേലേക്ക് ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. അതും കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് അവിടെ വീടിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയാൽ ഒരു പാറ കാണലുണ്ട്. ഡെയിലി കാണാം, പക്ഷേ വിചാരിക്കും പോകണമെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ആ പാറേൻ്റെ മുകളിലൊന്ന് കയറിയാൽ എങ്ങനെയാണ് താഴേക്കുള്ള വ്യൂന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയാണേ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ പശുക്കൾ റോഡുമ്മ കൂടെ പോകുന്ന കാര്യം പറഞ്ഞില്ലേ, അത് ആ റോഡുമ്മ കൂടെ കുറേ പശുക്കളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളൊരു വ്യൂ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ സ്ഥലമൊക്കെ. അപ്പോൾ ആകാശമൊക്കെ കണ്ടു, നല്ല ഭംഗിയില്ലേ, എന്താ പറയുക ഒരു ഓറഞ്ചും റോസും. ഇത് നമ്മളെ നാട്ടിലുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ ആകാശവും. പക്ഷേ എന്നാലും ഇവിടുത്തെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ. സംഭവം കയറി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ചേ ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് കയറി തുടങ്ങി ഒരു പകുതിയൊക്കെ ആയപ്പോൾ തന്നെ എന്താ പറയുക സത്യം പറയുകയാണെങ്കിൽ കുറച്ച് അങ്ങ് കയറാനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ദൂരമുണ്ട് കണ്ടോ. എന്നിട്ട് കയറി ഒരു പകുതി എത്തി. അപ്പോൾ ഞാനിതാ താഴെയാണ് സംഭവം ഉള്ളത്. അപ്പം കയറി മുകളിൽ എന്താ പറയുക ഒരു പകുതിയൊക്കെ ആയപ്പോൾ ബാക്ക് സൈഡത്തെ ഒരു വ്യൂ ആണിത്. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞ് ഞങ്ങൾ ഇത്തിരി കൂടെ മുന്നോട്ട് എത്തിയപ്പം ഈ സൈഡിലല്ല, അപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. അപ്പോൾ ഇതാ കുറച്ചുകൂടി കഴിഞ്ഞ് കുറച്ച് കള്ളിമുൾ ചെടിയോ എന്തോ ഒരു ചെടിയൊക്കെ ഉണ്ട്, എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, ഇതിലേതോ ഒന്നാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. ഏതാണെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയില്ല, മനസ്സിലാവുന്നില്ല ഏതാണെന്ന്. അപ്പോൾ കണ്ടോ ചെറുതായിട്ട് റോഡൊക്കെ പോകുന്നുണ്ടോ. അപ്പോൾ അത്രയും മുകളിലാണ് ഞങ്ങൾ കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.